നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജു രാമൻ. ഇപ്പോൾ നമ്മൾ മഹാഭാരതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് രാമായണം എന്ന് പറയുന്ന ഇതിഹാസമാണ്. അപ്പോൾ രാമായണം ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ കേട്ടിട്ട് ഉള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആഖ്യാന രീതിയാണ് ഇതിൻ്റെ അകത്ത് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കഥയിൽ നിന്നും പല ഭാഗത്തും ഇതിൽ വ്യത്യാസം കാണപ്പെടുന്നുണ്ട്. അപ്പം ഇതെങ്ങനെയാണോ വിദ്വാൻ കെ പ്രകാശം വ്യാസഭഗവാന്റെ സംസ്കൃത ശ്ലോകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്, അതേ രീതിയിൽ തന്നെ ഞാനിവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് രാവണൻ ശ്രീരാമനുമായിട്ട് യുദ്ധത്തിന് വരുന്നതും കുംഭകർണനെ യുദ്ധത്തിന് വേണ്ടിയിട്ട് അയക്കുന്നതും കുംഭകർണനും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള അസുരവീരന്മാരെയൊക്കെ ലക്ഷ്മണനും ബാക്കിയുള്ള വാനര ശ്രേഷ്ഠന്മാരും കൂടി വധിക്കുകയുണ്ടായി. അങ്ങനെ പരിഭ്രാന്തനായി തീർന്ന രാവണൻ അവസാനമായിട്ട് തൻ്റെ പുത്രനായിട്ടുള്ള ഇന്ദ്രജിത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് അവനോട് ആവശ്യപ്പെടുകയാണ്. മാർക്കണ്ഡേയ മഹർഷിയാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കഥ കേട്ടുകൊണ്ടിരിക്കുന്നത് യുധിഷ്ഠിരനും അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായിട്ടുള്ളവരുമാണ്. ഇവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാർക്കണ്ഡേയ മഹർഷിയാണ്. യുധിഷ്ഠിരനാണ് കഥ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുംഭകർണൻ്റെയും അനുചരന്മാരുടെയും ഒക്കെ വധം അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള രാവണൻ വളരെ പരിഭ്രാന്തനായി തീർന്നു. അദ്ദേഹം തൻ്റെ വീരനായിട്ടുള്ള മകനായിട്ടുള്ള ഇന്ദ്രജിത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ശത്രുനാശകനായിട്ടുള്ള പുത്ര, നീ ഉടനെ തന്നെ ചെന്നിട്ട് യുദ്ധത്തിൽ രാമനെയും ലക്ഷ്മണനെയും കാലുകൂരി കയറ്റണം. നീയാണ് എൻ്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള പുത്രൻ. എനിക്ക് വലിയ കീർത്തി നീ നിൻ്റെ യുദ്ധവീര്യം കൊണ്ട് തന്നിട്ടുണ്ട്. ഇന്ദ്രനെ പോലും പോരിന് ജയിച്ചവനാണ് നീ. മറിഞ്ഞു നിന്നോ നേരിട്ടോ ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് നീ എൻ്റെ ശത്രുക്കളെ എല്ലാവരെയും വധിച്ചിട്ട് വരിക. പ്രിയപുത്ര, നിൻ്റെ ശക്തിയേറിയ ശരങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള കഴിവ് രാമനോ ലക്ഷ്മണനോ സുഗ്രീവനോ ഹനുമാനോ ഒന്നുമില്ല. ഖരനെ കൊന്നതിലുള്ള പക വിട്ടുവാൻ വേണ്ടിയിട്ട് പ്രഹസ്തനും കുംഭകർണനും ഒന്നും യുദ്ധത്തിൽ സാധിച്ചിട്ടില്ല. അവരെയെല്ലാം രാമൻ വധിച്ചു കഴിഞ്ഞു. ഖരനെ ഇവരെ എല്ലാവരും വധിച്ചതിലുള്ള പ്രതികാരം നീയാണ് പോയി യുദ്ധത്തിൽ നിർവഹിക്കേണ്ടത്. പണ്ട് നീ ശരങ്ങളെ ഇത് ഇന്ദ്രനെ തോൽപ്പിച്ചതുപോലെ ഇപ്പോൾ നീ പോയി രാമനെയും സൈന്യത്തിനെയും തോൽപ്പിച്ചിട്ട് വരിക. ഇപ്രകാരം രാവണൻ്റെ വാക്കുകൾ കേട്ടിട്ട് ധീരനായിട്ടുള്ള ഇന്ദ്രജിത്ത് സർവ്വസന്നാഹങ്ങളോടും കൂടിയിട്ട് ചട്ടയിട്ടിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് യുദ്ധഭൂമിയിലേക്ക് ചെന്നു. യുദ്ധഭൂമിയിലേക്ക് ചെന്ന ഇന്ദ്രജിത്ത് അവിടെ ലക്ഷ്മണനെ പേര് പറഞ്ഞ് പോരിഞ്ഞ് വിളിച്ചു. തന്നെ പോരിഞ്ഞ് വിളിക്കുന്ന കേട്ടിട്ട് ധീരനായിട്ടുള്ള ലക്ഷ്മണൻ, ശക്തനായിട്ടുള്ള സിംഹം തൻ്റെ ഇഴയുടെ മുകളിലേക്ക് ചാടി വീഴുന്നതുപോലെ യുദ്ധത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ചു. ഇന്ദ്രജിത്തും ലക്ഷ്മണനും തമ്മിൽ അതിഭയങ്കരമായിട്ടുള്ള യുദ്ധമാണ് നടന്നത്. രണ്ടുപേരും തുല്യമായിട്ടുള്ള രീതിയിൽ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരുന്നു. ഇരുവരും പരസ്പരം ചെയ്യുന്ന അസ്ത്രങ്ങളെയൊക്കെ മുറിച്ചിട്ടുകൊണ്ടിരുന്നു. പിന്നെ അസ്ത്രങ്ങൾ ചെയ്താൽ തനിക്കൊരു വിജയമുണ്ടാകില്ല എന്ന് മനസ്സിലായിട്ടുള്ള ഇന്ദ്രജിത്ത് പിന്നെ ശക്തിയായിട്ടുള്ള കുന്തങ്ങൾ എടുത്തിട്ട് ലക്ഷ്മണന് നേരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. തൻ്റെ നേരെ വരുന്ന കുന്തങ്ങളെല്ലാം ലക്ഷ്മണൻ അസ്ത്രങ്ങൾ കൊണ്ട് അതിനെയെല്ലാം വഴുക്കി വെച്ച് തന്നെ തകർത്തു വിട്ടു. ഇന്ദ്രജിത്ത് ലക്ഷ്മണനുമായിട്ട് അതിഭയങ്കരമായിട്ട് യുദ്ധം ചെയ്യുന്നത് കണ്ടിട്ട് ബാലിപുത്രനായിട്ടുള്ള ശക്തനായിട്ടുള്ള അംഗദൻ ഇന്ദ്രജിത്തിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞെടുത്തു. അംഗദൻ കയ്യിൽ കൂറ്റനായിട്ടുള്ള ഒരു വൃക്ഷവുമായിട്ട് വന്നിട്ട് ഇന്ദ്രജിത്തിൻ്റെ തലയ്ക്ക് നേരെ നോക്കി ആ വൃക്ഷം കൊണ്ട് ആഞ്ഞടിച്ചു. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് ഇന്ദ്രജിത്ത് അംഗദൻ്റെ നേർക്ക് അസ്ത്രമെയ്യാൻ ഒരുങ്ങിയ സമയത്ത് ലക്ഷ്മണൻ അസ്ത്രമെയ്തിട്ട് ഇന്ദ്രജിത്ത് എയ്യാനൊരുങ്ങിയ അസ്ത്രത്തെ മുറിച്ചു കളഞ്ഞു. തൻ്റെ അടുത്തേക്ക് വന്ന അംഗദൻ്റെ പള്ളയിൽ വലിയ ഗത കൊണ്ട് ഇന്ദ്രജിത്ത് വലിയൊരു മർദ്ദനം ഏൽപ്പിച്ചു. തനിക്കിട്ട് ഈ മർദ്ദനത്തെ വകവയ്ക്കാതെ ആ ബാലിപുത്രൻ വലിയൊരു പൈൻമരം മറിച്ചെടുത്തിട്ട് വീണ്ടും ഇന്ദ്രജിത്തിൻ്റെ തലയെ നോക്കി പ്രഹരിച്ചു. ഇന്ദ്രജിത്തിനെ വധിക്കുവാൻ വേണ്ടിയിട്ട് അംഗദൻ ശക്തമായിട്ട് പ്രഹരിച്ച ആ വൃക്ഷമേറ്റിട്ട് ഇന്ദ്രജിത്തിൻ്റെ രഥം തവിടുപൊടിയായി. കുതിരകളെല്ലാം പല വഴിക്ക് പാഞ്ഞുപോയി. സൂതൻ മരിച്ചു വീണു. ആ സമയത്ത് ഇന്ദ്രജിത്ത് ആകാശത്തിലേക്ക് ഉയർന്ന് അപ്രത്യക്ഷനായി. മായാവിയായിട്ടുള്ള ഇന്ദ്രജിത്ത് പിന്നെ ആകാശത്ത് മറഞ്ഞു നിന്നുകൊണ്ട് യുദ്ധം ആരംഭിച്ചു. ആ സമയത്ത് രാമൻ ആ യുദ്ധരംഗത്തേക്ക് വന്നിട്ട് തൻ്റെ സേനയ്ക്ക് രക്ഷയായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇന്ദ്രജിത്ത് ആ സമയത്ത് രാമനെ ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് മുറിവേൽപ്പിച്ചു. അപ്രകാരം തന്നെ ലക്ഷ്മണനെയും ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് ഇന്ദ്രജിത്ത് മുറിവേൽപ്പിച്ചു. മായ കൊണ്ട് എങ്ങു നോക്കിയാലും കാണാൻ പറ്റാത്ത ആ രാവണപുത്രനുമായി മുറിവേറ്റിട്ടും രാമലക്ഷ്മണന്മാർ അസ്ത്രങ്ങൾ കൊണ്ട് പോരാടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഏത് ദിക്കിൽ നിന്നാണോ ആയുധങ്ങൾ വരുന്നത് ആ ദിക്കിലേക്കൊക്കെ രാമലക്ഷ്മണന്മാർ കൂർത്തുമൂർത്ത ശരങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് വാനരവീരന്മാർ വലിയ പാറകൾ ഇളക്കിയെടുത്തിട്ട് ആ ആയുധങ്ങൾ വരുന്ന ദിക്കി നോക്കി ശക്തമായിട്ട് എറിയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. പക്ഷേ മായാവിയായിട്ടുള്ള ഇന്ദ്രജിത്ത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് മറിഞ്ഞു നിന്നുകൊണ്ട് വീണ്ടും കൂരമ്പുകൾ വാനരപ്പടയ്ക്ക് നേരെ അയക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ വാനരപ്പടയുടെ വലിയൊരു വിഭാഗം
ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രമേറ്റിട്ട് മരിച്ചു വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഒടുവിൽ ഇന്ദ്രജിത്ത് അയച്ച ദിവ്യാസ്ത്രങ്ങൾ അയച്ചിട്ട് രാവണനും ലക്ഷ്മണനും ആ പടക്കളത്തിൽ ബോധം പറ്റി വീണു. അസംഖ്യം അസ്ത്രങ്ങൾ അയച്ചിട്ട് രാമ ലക്ഷ്മണാദികൾ വീഴുന്നത് കണ്ടിട്ട് വാനരവീരന്മാരെല്ലാം അവർക്ക് ചുറ്റും കാവലായിട്ട് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. സുഷേണൻ, ദിവിന്ദൻ, നളൻ, അങ്കദൻ, കുമുദൻ, നീലൻ, താരൻ, ഹനുമാൻ എന്നീ കവീശ്വരന്മാരൊക്കെ അവിടെ എത്തി രാമലക്ഷ്മണന്മാർക്ക് കാവലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അപ്പോഴേക്കും വിഭീഷണൻ അവിടെ എത്തി പ്രജ്ഞാസ്ത്രം ഉപയോഗിച്ചിട്ട് ആ വീരന്മാരെ ഉണർത്തി. സുഗ്രീവൻ ദിവ്യമന്ത്രം ചേർന്ന ദിവ്യ ഔഷധങ്ങൾ കൊടുത്തിട്ട് രാമലക്ഷ്മണന്മാരെ വീണ്ടും യുദ്ധസജ്ജരാക്കി തീർത്തു. ആ ഔഷധം അകത്ത് ചെന്ന വീരന്മാർക്ക് അവരുടെ തളർച്ചയൊക്കെ മാറി വീണ്ടും യുദ്ധത്തിന് വേണ്ടി പൂർവാധികം ശക്തിയായിട്ട് നിലകൊള്ളുവാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ക്ഷീണം തീർന്നു വന്ന രാമലക്ഷ്മണന്മാരോട് വിഭീഷണൻ കൈകൂപ്പിക്കൊണ്ട് അപേക്ഷിച്ചു, ഞാൻ ഈ കൊണ്ടുവരുന്ന വെള്ളം കൊണ്ട് നിങ്ങൾ കണ്ണുകൾ കഴുകുക. ആ സമയത്ത് മറഞ്ഞിരിക്കുന്ന മായാവികളായിട്ടുള്ള അസുരന്മാരൊക്കെ നിങ്ങൾക്ക് കാണുമാറാകും. അതുകൊണ്ട് അങ്ങാദ്യം കണ്ണു കഴുകുക, അതിനുശേഷം അനുജനെ ആയിട്ടുള്ള ലക്ഷ്മണനും കൊടുക്കുക. അങ്ങനെ രാമഭഗവാൻ ആദ്യം വിഭീഷണൻ്റെ നിർദ്ദേശമനുസരിച്ച് ആ പുണ്യമായിട്ടുള്ള ജലം ഉപയോഗിച്ചിട്ട് കണ്ണു കഴുകിയപ്പോൾ മറഞ്ഞിരിക്കുന്ന അസുരന്മാരെ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അതിനുശേഷം ലക്ഷ്മണനും പിന്നെ ഹനുമാനും സുഗ്രീവനും അങ്ങനെ വാനര സേനയിലെ പ്രമുഖന്മാരായിട്ടുള്ള വാനരന്മാരൊക്കെ ആ ദിവ്യജലം കൊണ്ട് കണ്ണു കഴുകി. അവർക്കൊക്കെ മറഞ്ഞിരുന്ന് ആക്രമിക്കുന്ന അസുരന്മാരെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. അവരുടെ കണ്ണിലെ മായ ആ പുണ്യജലം കൊണ്ട് ഇല്ലാതായി മാറി. ഈ സമയത്ത് ഇന്ദ്രജിത്ത് നേരെ പോയി രാവണൻ്റെ അടുത്ത് പോയി താൻ ചെയ്ത മഹാകർമ്മം അദ്ദേഹത്തിനെ അറിയിച്ചിട്ട് വന്നു. ഇത് കേട്ടിട്ടുള്ള രാവണൻ താൻ ജയിച്ചു എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പിച്ചു. ആ സമയത്ത് ഇന്ദ്രജിത്ത് വീണ്ടും യുദ്ധരംഗത്തേക്ക് തിരിച്ചു വന്ന സമയത്ത് രാമലക്ഷ്മണന്മാർ വീണ്ടും അക്രമോത്സുകരായിട്ട് ധീരതയോടുകൂടിയിട്ട് അവിടെ നിൽക്കുന്നതാണ് കണ്ടത്. വിഭീഷണൻ്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ ചെന്ന് നേരിട്ട് ഇന്ദ്രജിത്തിനോട് എതിർക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അഗ്നികർമ്മം ചെയ്യുന്നതിന് മുമ്പ് ഇവനെ വധിക്കണമെന്നുള്ള തീരുമാനത്തോടു കൂടിയിട്ട് അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് ഇന്ദ്രജിത്തിന് നേരെ ലക്ഷ്മണൻ അഴിച്ചുവിട്ടത്. അങ്ങനെ ലക്ഷ്മണനും ഇന്ദ്രജിത്തും തമ്മിൽ അതിഭയങ്കരമായിട്ടുള്ള യുദ്ധമാണ് നടന്നത്. മർമ്മം പിളർക്കുന്ന രീതിയിലുള്ള ശരങ്ങൾ ഇന്ദ്രജിത്ത് ലക്ഷ്മണൻ്റെ നേരെ അയക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനെയൊക്കെ തകർത്തുകൊണ്ട് ലക്ഷ്മണൻ അഗ്നിതുല്യമായിട്ടുള്ള അസ്ത്രങ്ങൾ ഇന്ദ്രജിത്തിൻ്റെ നേരെ അയക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. തുടർന്ന് വീര്യത്തോടു കൂടിയിട്ട് ആക്രമിച്ചു കയറിയ ലക്ഷ്മണൻ ഒരു ശരം കൊണ്ട് ഇന്ദ്രജിത്തിൻ്റെ വില്ല് പിടിച്ച കൈ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റി. രണ്ടാമത്തെ ശരം കൊണ്ട് അമ്പ് പിടിച്ചിരുന്ന കൈയും ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റി. മൂന്നാമത്തെ തിളങ്ങുന്ന അസ്ത്രം കൊണ്ട് ഇന്ദ്രജിത്തിൻ്റെ ഭംഗിയുള്ള മൂക്കുള്ള ആ തല ശരീരത്തിൽ നിന്നും മുറിച്ചു മാറ്റി. അങ്ങനെ തലയില്ലാത്ത ഗബന്ധമായിട്ട് ആ വീരനായിട്ടുള്ള രാക്ഷസൻ അവിടെ മരിച്ചു വീണു. തേരിൽ നിന്നും തലയേറ്റ് താഴെ വീണ ഇന്ദ്രജിത്തിനെ കൂടാതെ ആ അശ്വങ്ങൾ ആ തേരും വലിച്ചുകൊണ്ട് തിരിച്ച് രാവണൻ്റെ രാജധാനിയിലെത്തി. തൻ്റെ പുത്രൻ്റെ പുത്രനില്ലാതെ വന്നതറിഞ്ഞിട്ട് ഇന്ദ്രജിത്ത് യുദ്ധത്താൽ വധിക്കപ്പെട്ടു എന്നുള്ള കാര്യം രാവണന് മനസ്സിലായി. ഭയത്താലും കോപത്താലും ബോധം നഷ്ടപ്പെട്ട പോലെ ആയിട്ടുള്ള രാവണൻ തൻ്റെ ചന്ദ്രഹാസവും എടുത്തുകൊണ്ട് സീതയെ ഇപ്പം തന്നെ കൊന്നുകളയണം എന്നുള്ള ഉഗ്രമായിട്ടുള്ള തീരുമാനവുമായി അശോകവനത്തിലേക്ക് പാഞ്ഞു വന്നു. ആ സമയത്ത് അവിന്ധ്യൻ എന്ന് പറയുന്ന ആ ധർമ്മവാനായിട്ടുള്ള രാക്ഷസൻ രാവണനെ തടഞ്ഞിട്ട് പറഞ്ഞു, അങ്ങ് ഇപ്പോൾ ഒരു സ്ത്രീയെ വധിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ എല്ലാ പൗരുഷവും അതുകൊണ്ട് ഇല്ലാതെയാകും. അങ്ങ് ശരിക്കും ചെയ്യേണ്ടത് ഈ അബലയായിട്ടുള്ള സ്ത്രീയെ വധിക്കലല്ല, അവളുടെ ഭർത്താവിനെ വധിച്ചിട്ട് ഇവൾക്ക് ഈ ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ദുഃഖമാണ് അങ്ങ് കൊടുക്കേണ്ടത്. ഈ അബലയായിട്ടുള്ള സ്ത്രീയെ വധിച്ചാൽ അങ്ങക്ക് എന്ത് യശസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങ് അതുകൊണ്ട് ഈ ഒരു ഉദ്യമത്തിൽ നിന്നും പിന്മാറണം. അതിന് പകരമായിട്ട് ഇവളുടെ പതിയെ വധിച്ചിട്ട് അങ്ങ് കീർത്തി നേടിയെടുക്കണം. അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിന്ധ്യൻ സീതയെ കൊല്ലുന്നതിൽ നിന്നും രാവണനെ പിന്തിരിപ്പിച്ചു. കുറച്ചൊക്കെ ശാന്തത കിട്ടിയ രാവണൻ ഉടൻ തന്നെ വാള് ഉറയിലിട്ടിട്ട് തൻ്റെ രഥം യുദ്ധസജ്ജമാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ അന്യായികളായിട്ടുള്ള രാക്ഷസന്മാരോട് ആവശ്യപ്പെട്ടു. മാർക്കണ്ഡേയ മഹർഷി കഥ തുടരുകയാണ്. തൻ്റെ പുത്രൻ്റെ വധമറിഞ്ഞ് അതീവ കോപത്തോടു കൂടിയിട്ട് രാവണൻ സ്വർണം കൊണ്ടുണ്ടാക്കിയ ആ രഥത്തിൽ കയറി യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചു. പല വിധത്തിലുള്ള ആയുധങ്ങൾ എന്തിയ ഘോരന്മാരായിട്ടുള്ള രാക്ഷസന്മാരുടെ ഒരു വലിയ പട തന്നെ രാവണനോടൊപ്പം യുദ്ധത്തിന് വേണ്ടിയിട്ട് അവിടെ എത്തിച്ചേർന്നു. ഹനുമാൻ്റെ നേതൃത്വത്തിലുള്ള വാനര ശ്രേഷ്ഠന്മാരെല്ലാവരും കൂടി ആ ക്രൂരന്മാരായിട്ടുള്ള രാക്ഷസന്മാരെ വളഞ്ഞിട്ട് അവരെയൊക്കെ കാലപുരിക്ക് അയക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ശത്രുക്കളായിട്ടുള്ള വാനരവീരന്മാർ തൻ്റെ സൈന്യത്തെ കൊല്ലുന്നത് കണ്ടിട്ട് രാവണൻ അവിടെ മായ കൊണ്ടുള്ള ഒരു മറ സൃഷ്ടിച്ചു. രാവണൻ്റെ ശരീരത്തിൽ നിന്ന് 100,000 പല രൂപത്തിലുള്ള രാക്ഷസന്മാർ യുദ്ധത്തിന് വേണ്ടിയിട്ട് പാഞ്ഞു വരുന്നത് വാനരവീരന്മാർ കണ്ടു. അവരെയൊക്കെ വാനരവീരന്മാർ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനുശേഷം ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും രൂപത്തിലുള്ള അനേക രൂപങ്ങൾ ഈ വാനരന്മാരുടെ നേരെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി.
അത് കണ്ടു കഴിഞ്ഞപ്പോഴേ ഈ വാനരന്മാർക്ക് ആകെ ആശയക്കുഴപ്പമായി. ഏതാണ് ശരിയായിട്ടുള്ള ശ്രീരാമനും ലക്ഷ്മണനും എന്നവർക്ക് മനസ്സിലാവാത്ത ഒരു അവസ്ഥ വന്നു. ആ സമയത്ത് മായാരൂപികളായിട്ടുള്ള ശ്രീരാമ ലക്ഷ്മണന്മാർ വാനരന്മാരെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പെട്ടെന്ന് തന്നെ രാമഭഗവാൻ ലക്ഷ്മണനുമൊത്ത് അവിടെ എത്തിയിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു, നിൻ്റെ രൂപത്തിൽ വരുന്ന ആ രാക്ഷസന്മാരെയെല്ലാം നീ കൊന്നെടുക്കൂ, എൻ്റെ രൂപത്തിൽ വരുന്ന രാക്ഷസന്മാരെയൊക്കെ ഞാനും കൊന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ തങ്ങളുടെ മായാരൂപങ്ങളെ രാവണനും ലക്ഷ്മണനും അവിടെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ആ സമയത്ത് ഇന്ദ്രൻ്റെ സാരഥിയായിട്ടുള്ള മാതലി പച്ചക്കുതിരകളെ കെട്ടിയ തേരുമായിട്ട് രാമൻ്റെ മുന്നിലേക്ക് വന്നു. അദ്ദേഹം ശ്രീരാമ ഭഗവാനോട് പറഞ്ഞു, രാഘവ, ഇത് ഇന്ദ്രൻ്റെ രഥമായിട്ടുള്ള ജൈത്രം എന്ന് പറയുന്ന രഥമാണ്. ഇതിൽ കയറിയിട്ടാണ് ഇന്ദ്രൻ ദൈത്യ സമൂഹത്തിനെ മുഴുവനും കൊന്നൊടുക്കിയത്. അങ്ങ് ഈ രഥത്തിൽ കയറി യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയാലും. പക്ഷേ ഇത് കണ്ടിട്ട് രാമനാദ്യം വിശ്വാസം വന്നില്ല. അത് രാവണൻ്റെ ഒരു ചതിപ്രയോഗമാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ശങ്കിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയം വിഭീഷണൻ അവിടേക്ക് വന്നിട്ട് രാവണനോട് പറഞ്ഞു, ഭവാനി, അങ്ങ് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല, ഇത് ശരിയായിട്ടുള്ള ജൈത്രം തന്നെയാണ്, ഈ വന്നിരിക്കുന്നത് മാതൽ തന്നെയാണ്, അങ്ങ് ശങ്ക കൂടാതെ ഈ രഥത്തിൽ കയറി രാവണവധം നടത്തിയാലും എന്ന് പറഞ്ഞു. ആ സമയത്ത് ആശങ്ക മാറി ശ്രീരാമൻ ജൈത്രം എന്ന് പറയുന്ന രഥത്തിലേക്ക് കയറി രാവണനുമായിട്ടുള്ള നേരിട്ടുള്ള യുദ്ധത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ചു. രാവണൻ്റെ നേരെ രാമൻ ആ ദിവ്യമായിട്ടുള്ള രഥത്തിൽ കയറി പാഞ്ഞെടുത്തപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും യുദ്ധം നിർത്തി ഹാ ഹാ എന്നുള്ള അത്ഭുതകരമായിട്ടുള്ള ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ആ യുദ്ധം നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവർ തമ്മിൽ ലോകത്ത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള യുദ്ധമാണ് നടന്നത്. രാവണൻ യുദ്ധത്തിന് പകരം നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഒരു യുദ്ധവും ഉണ്ടായിട്ടില്ല. രാവണ യുദ്ധത്തിന് പകരം നിൽക്കാൻ രാവണ യുദ്ധം മാത്രമേ ഉള്ളൂ. രാമൻ്റെ നേരെ രാവണൻ അതിശക്തമായിട്ടുള്ള ഒരു ശൂലം അതീവ ശക്തിയോട് കൂടിയിട്ട് എറിഞ്ഞു. ആ ശൂലത്തെ ഭഗവാൻ രാമൻ അസ്ത്രങ്ങൾ കൊണ്ട് വായുവിൽ തന്നെ കഷ്ണങ്ങളാക്കി മാറ്റി. തൻ്റെ ശൂലം നിഷ്പ്രയാസം രാമൻ വായുവിൽ വെച്ച് തന്നെ തടയുന്നത് കണ്ടിട്ട് രാവണൻ്റെ ഉള്ളിൽ ഭയം നിറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഉടനെ രാവണൻ ചൊടിച്ചുകൊണ്ട് അതിഭയങ്കരമായിട്ടുള്ള ശരവർഷം ഭഗവാൻ രാമൻ്റെ മേലെ നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം പല തരത്തിലുള്ള ആയുധങ്ങൾ മാറി മാറി രാമൻ്റെ നേരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ശൂലം, മുസലം, ഗദ, വേല്, പലതരം കൂർത്തുമൂർത്ത ശൂലങ്ങൾ, ഇതൊക്കെ മാറി മാറി പ്രയോഗിക്കാൻ വേണ്ടി തുടങ്ങി. ഇതിനെയൊക്കെ നിഷ്പ്രയാസം രാഘവൻ അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. രാവണൻ്റെ അതിഭയങ്കരമായിട്ടുള്ള മായാവിദ്യങ്ങൾ കണ്ടിട്ട് വാനരപ്പട പല ദിക്കിലേക്കായിട്ട് ചിതറിപ്പായാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് നല്ല ചിറകും അതീവ മൂർച്ചയുള്ളതുമായിട്ടുള്ള ഒരു അസ്ത്രമെടുത്തിട്ട് ഭഗവാൻ രാമൻ അതിലേക്ക് ബ്രഹ്മാസ്ത്രത്തെ ആവാഹിച്ചു. അതിനുശേഷം മന്ത്രം ചൊല്ലി ആ അസ്ത്രം രാവണനെ വധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് രാവണന് വരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വില്ലിൽ തൊടുത്തു. ഈ അസ്ത്രം വില്ലിൽ തൊടുക്കുന്നത് കണ്ടിട്ട് ദേവന്മാരും ഗന്ധർവന്മാരും ഒക്കെ ആദ്യം തന്നെ ആഹ്ലാദിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ഈ രാക്ഷസൻ്റെ ആയുസ് ഇതോടുകൂടിയിട്ട് അവസാനിച്ചു എന്ന് എല്ലാവരും ഉറച്ചു. അവരെല്ലാവരും ആകാംക്ഷയോട് കൂടിയിട്ട് ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഘോരമായിട്ടുള്ള ബ്രഹ്മാസ്ത്രം ഭഗവാൻ രാവണന് നേരെ പ്രയോഗിച്ചു. ആ അസ്ത്രം ചെന്നിട്ട് രാവണൻ്റെ രഥത്തിനെ മുഴുവനും ഭസ്മമാക്കി കളഞ്ഞു. കുതിരയും സൂതന്മാരും ഉൾപ്പെടെ രാവണൻ്റെ ശരീരം പൂർണ്ണമായിട്ടും ഭസ്മമായിട്ട് മാറി. രാവണൻ്റെ ശരീരത്തിലുള്ള ജീവൻ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിക്കുന്നത് എല്ലാവരും കണ്ടു. രാവണൻ്റെയും രഥവും കിടന്ന സ്ഥലത്ത് കുറേ പിടി ഭസ്മം മാത്രമാണ് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ജഡം പോലും ബാക്കിയാക്കാതെ ആ ബ്രഹ്മാസ്ത്രം രാവണനെയും രഥത്തിനെയും കുതിരകളെയും എല്ലാം ഭസ്മമാക്കി കളഞ്ഞു. മാർക്കണ്ഡേയ മഹർഷി കഥ തുടരുകയാണ്. രാവണവധത്തോടു കൂടിയിട്ട് രാക്ഷസന്മാരെല്ലാവരും കൂടി പേടിച്ച് അവരുടെ കോട്ടയിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ആ യുദ്ധം അവിടെ അവസാനിച്ചു. വിഭീഷണനെ കൂട്ടിക്കൊണ്ട് ആ രാജധാനിയിലേക്ക് ചെന്ന ശ്രീരാമ ഭഗവാൻ വിഭീഷണനെ ലങ്കയിലെ പുതിയ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അങ്ങനെ അദ്ദേഹം ആ രാജകൊട്ടാരത്തിൽ ആ സദസ്സിലിരിക്കുന്ന സമയത്ത് ധർമ്മിഷ്ഠനും വൃദ്ധനുമായിട്ടുള്ള അവിന്ധ്യൻ സീതയും കൂട്ടിക്കൊണ്ട് ആ രാജസദസ്സിലേക്ക് വന്നു. അതിനുശേഷം അദ്ദേഹം രാഘവനോട് അഭ്യർത്ഥിച്ചു, ഭവാനെ, ഇതാ നിൽക്കുന്നു അങ്ങയുടെ പ്രിയതമയായിട്ടുള്ള സീതാദേവി. അങ്ങ് ഈ സീതാദേവിയെ സ്വീകരിച്ചാലും. സീതാദേവി രാമനെ കണ്ട സന്തോഷം കൊണ്ടുള്ള അശ്രുക്കളൊക്കെ പൊഴിച്ചുകൊണ്ട് തൻ്റെ ഭർത്താവിനെ കണ്ണിറെ കണ്ടുകൊണ്ട് സന്തോഷം സഹിക്കാനാവാതെ നിൽക്കുകയായിരുന്നു. അവളുടെ ശരീരത്തെ മുടിയാകെ ജട പിടിച്ചിരുന്നു. ധരിച്ചിരിക്കുന്ന വസ്ത്രം മുഴുവനും മുഷിഞ്ഞ കറുത്ത നിറമായിട്ടുണ്ടായിരുന്നു. ദേഹം മുഴുവനും ചെളിയാൽ പൊതിഞ്ഞിരുന്നു. പക്ഷേ അവിടെ മുഖത്തിൻ്റെ കാന്തിക്ക് മാത്രം ഒരു മാറ്റവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അവിന്ധ്യൻ സീതയെ സ്വീകരിക്കാൻ പറഞ്ഞ സമയത്ത് മുഖത്തൊരു ഭാവഭേദവും കൂടാതെ ശ്രീരാമൻ തൻ്റെ പ്രിയത്തമയായിട്ടുള്ള സീതയോട് പറഞ്ഞു, ഭദ്രേ, മൈഥിലി, നിനക്ക് മോചനം ലഭിച്ചിരിക്കുന്നു. നിനക്കിനിയും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവാം. ഭവതിയെ
രാവണൻ തട്ടിക്കൊണ്ടുവന്നിട്ട് ഭവതി എന്നെ കാത്തിട്ട് ഇവിടെ വിഷമിച്ചിരുന്നത് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഭവതിയെ മോചിപ്പിച്ചതോടു കൂടിയിട്ട് എൻ്റെ ചുമതല നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ധർമ്മതത്വം നല്ലതുപോലെ അറിയാവുന്ന എന്നെപ്പോലെയുള്ള ഒരു രാജാവ് അപരൻ്റെ കയ്യാൽ സ്പർശിക്കപ്പെട്ട ഭവതിയെപ്പോലെയുള്ള ഒരാളെ സ്വീകരിക്കുന്നത് ഒട്ടും ശരിയല്ല. ഭവതി പതിവ്രതയായിരിക്കാം, അല്ലായിരിക്കാം, അത് എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. നായനക്കിയ ഹവിസിനെ എങ്ങനെയാണോ രാജർഷിമാർ ഉപേക്ഷിക്കുന്നത്, അതുപോലെ ഭവതിയെ ഞാനും ഉപേക്ഷിക്കുകയാണ്. പെട്ടെന്ന് രാമൻ്റെ വായിൽ നിന്നും ഈ ക്രൂരമായ വാക്കുകൾ കേട്ടിട്ട് അതീവ സന്തോഷത്തോടു കൂടിയിട്ട് നിന്ന സീതാദേവി അവിടെ ബോധം കെട്ടു വീണു. രാമൻ്റെ ഈ വാക്കുകൾ കേട്ടതോടു കൂടിയിട്ട് ലക്ഷ്മണനും ബാക്കിയുള്ള വാനര ശ്രേഷ്ഠന്മാരും എല്ലാവരും സ്തബ്ധരായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഹംസങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു രഥത്തിൽ ബ്രഹ്മാവ് ലോകപാലകന്മാരായിട്ടുള്ള ഇന്ദ്രനോടും അഗ്നിയോടും വായുവിനോടും വരുണനോടും യമനോടും കുബേരനോടുമൊപ്പം അവിടെ എത്തിച്ചേർന്നു. അവരുടെ ആ സാന്നിധ്യം കൊണ്ട് ആ ലങ്കാസഭ സ്വർഗം പോലെ പവിത്രമായി തീർന്നു. അവരുടെ ഇടയിൽ ഒരു രത്നത്തെപ്പോലെ സീത ആ സമയത്ത് കാണപ്പെട്ടു. ആ സമയത്ത് കല്യാണിയായിട്ടുള്ള ജാനകി വളരെ വിഷമത്തോടു കൂടിയിട്ട് രാമനോട് പറഞ്ഞു, അല്ലയോ രാജപുത്ര, സ്ത്രീ പുരുഷന്മാരുടെ സ്ഥിതി അറിയുന്ന ഭവാനിൽ ഞാൻ കുറ്റമൊന്നും കാണുന്നില്ല. എന്നാൽ ഭവാൻ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുകയും കൂടി വേണം. ഞാൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ സർവഭൂതങ്ങളുടെ അന്തകനും സഭാഗതിയുമായിട്ടുള്ള വായുദേവൻ എൻ്റെ ജീവനെ മോചിപ്പിച്ചു കൊള്ളട്ടെ. അഗ്നിയും ആകാശവും ഭൂമിയും വായുവും ചേർന്നിട്ട് എൻ്റെ ശരീരത്തിൽ നിന്നും എൻ്റെ ജീവനെ മോചിപ്പിച്ചു കൊള്ളട്ടെ. ഹേ വീര, ഭവാനെ വിട്ടിട്ട് ഒരു അന്യപുരുഷനെ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ദേവന്മാരുടെ ആജ്ഞ കൊണ്ടാണ് ഭവാൻ എനിക്ക് ഭർത്താവായിട്ട് വന്നിട്ടുള്ളത്. ഭവാൻ തന്നെയായിരിക്കും എന്നും എൻ്റെ ഭർത്താവായിട്ടിരിക്കുക. അപ്പോൾ അവിടെ കൂട്ടിയിരിക്കുന്ന എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്ന രീതിയിൽ വായുവിൽ നിന്നും ഒരു ശബ്ദമുണ്ടായി. വായു പറഞ്ഞു, ഹേ രാഘവ, ഈ പറഞ്ഞത് സത്യമാണ്. ഞാൻ സദാഗതിയായിട്ടുള്ള വായുവാണ്. രാജാവേ, സീത നിർദോഷിയാണ്. സീതയുമായിട്ട് ഭവാൻ ചേർന്നുകൊള്ളുക. ആ സമയത്ത് അഗ്നി പറഞ്ഞു, എല്ലാ ഭൂതങ്ങളിലും കാണപ്പെടുന്ന അഗ്നിയാണ് ഞാൻ. സീത നിർദോഷിയാണ്. ഭവാൻ സീതയെ സ്വീകരിച്ചാലും. ആ സമയത്ത് വരുണൻ പറഞ്ഞു, ഹേ രാഘവ, എല്ലാ ദേഹികൾക്കും രസാംശമായിട്ടുള്ള ജലമാണ് ഞാൻ. ഞാൻ പറയുന്നു സീത പതിവ്രതയാണെന്ന്. നീ സീതയെ സ്വീകരിച്ചാലും. ആ സമയത്ത് ബ്രഹ്മാവ് പറഞ്ഞു, നീ രാജധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷേ നീ ഞാൻ പറയുന്നതും കൂടി ഒന്ന് കേൾക്കുക. ഈ സമയത്ത് ബ്രഹ്മാവ് പറഞ്ഞു, നീ രാജധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം ഞാൻ വിചാരിച്ചതുപോലെയാണ് ഇവിടെ കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. ദേവഗന്ധർവന്മാരുടെയും സർപ്പ കിന്നരാദികളുടെയും ഒക്കെ ശത്രുവായിട്ടുള്ള രാവണനെ നീ വധിച്ചു കഴിഞ്ഞു. എൻ്റെ വരം കൊണ്ടാണ് രാവണനെ വധിക്കാൻ വേണ്ടിയിട്ട് ഈ ദേവതകൾക്കൊന്നും സാധിക്കാതിരുന്നത്. ആ സമയത്ത് നളകൂബരനെ കൊണ്ട് ഇവന് ശാപം കൊടുപ്പിച്ച് ഞാൻ സീതയ്ക്ക് രക്ഷ നൽകി. അവൻ ഏതെങ്കിലും ഒരു സ്ത്രീയെ ബലാൽ സ്പർശിച്ചു കഴിഞ്ഞാൽ അവൻ്റെ തല പൊട്ടിത്തെറിക്കുമായിരുന്നു. അതുകൊണ്ട് രാഘവ, നീ ഒട്ടും ഭയക്കേണ്ടതില്ല. നിൻ്റെ ഭാര്യ ഏറ്റവും വലിയ പതിവ്രതയായിട്ട് തന്നെ തുടരുകയാണ്. ഇവരോടൊപ്പം സ്വർഗസ്ഥനായിട്ടുള്ള ദശരഥനും എത്തിയിട്ടുണ്ടായിരുന്നു. ദശരഥൻ ആ സമയത്ത് തൻ്റെ പുത്രനായിട്ടുള്ള രാഘവനോട് പറഞ്ഞു, ഞാൻ നിന്നിൽ പ്രീതനായിരിക്കുന്നു. നീ ഇനിയും രാജ്യം തിരിച്ച് ഏൽക്കുക. അതോടൊപ്പം തന്നെ സീതയും ഏൽക്കുക. മാർക്കണ്ഡേയ മഹർഷി കഥ തുടരുകയാണ്. ഈ ദേവന്മാരുടെ എല്ലാം വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അഗ്നിശുദ്ധി കിട്ടിയ സീതയെ രാമൻ തന്നോട് ചേർത്ത് നിർത്തി. അതിനുശേഷം ഇന്ദ്രൻ്റെ അടുത്ത് ഇന്ദ്രാണി എന്ന പോലെ സീത രാമൻ്റെ അടുത്ത് ശോഭിച്ചു നിന്നു. ആ സമയത്ത് രാമൻ സീതയെ ലങ്കയിൽ വെച്ചിട്ട് പാലിച്ചിരുന്ന ത്രിജടയെ അനേകം സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിച്ചു. അപ്പോൾ ബ്രഹ്മാവ് രാമന് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. ആ സമയത്ത് രാമൻ ബ്രഹ്മാവിനോട് പറഞ്ഞു, എനിക്ക് ശത്രുക്കളെ ജയിക്കാനും ധർമ്മത്തിൽ മാറാത്ത നിഷ്ഠയുണ്ടാകാനും വേണ്ടിയിട്ട് എന്നെ അനുഗ്രഹിക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ യുദ്ധത്തിൽ മരിച്ച വാനരന്മാർക്കെല്ലാവർക്കും ജീവൻ തിരിച്ചു കൊടുക്കുകയും വേണം. അപ്രകാരം ഭവിക്കട്ടെ എന്ന് ബ്രഹ്മാവ് പറഞ്ഞ് അനുഗ്രഹിച്ചതിന് ശേഷം ആ ദിവ്യരഥം തിരിച്ച് സ്വർഗത്തിലേക്ക് മറഞ്ഞു. ആ രഥം മറഞ്ഞ ഉടനെ അവിടെ മൃതശരീരങ്ങളായിട്ട് കിടന്ന വാനരന്മാരെല്ലാവരും ഉറക്കത്തിൽ നിന്ന പോലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ആ സമയത്ത് സീതാദേവി ഹനുമാന് ഒരു വരം കൊടുത്തു. ഹനുമാനോട് സീതാദേവി പറഞ്ഞു, രാമൻ്റെ കീർത്തി എത്ര നാളും നിൽക്കുന്നോ അത്രയും നാളും ഭവാൻ ജീവിച്ചിരിക്കട്ടെ. ദിവ്യമായിട്ടുള്ള എല്ലാ ഉപഭോഗങ്ങളും രാമൻ്റെ അനുഗ്രഹത്താൽ നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ആ സമയത്ത് മാതലി ശ്രീരാമനെയും ലക്ഷ്മണനെയും അവിടെ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അഭിനന്ദിച്ചു. അദ്ദേഹം പറഞ്ഞു, സത്യവിക്രമ ഭവാനെ, ദേവഗന്ധർവന്മാർ, സർപ്പ കിന്നരന്മാർ, യക്ഷമാനുഷർ മുതലായവർക്കുണ്ടായിട്ടുള്ള എല്ലാ സങ്കടങ്ങളെയും അങ്ങിപ്പോൾ അകറ്റിയിരിക്കുകയാണ്. ദേവഗന്ധർവന്മാർ ഉൾപ്പെട്ട സകല ലോകങ്ങളും നിലനിൽക്കുന്നിടത്തോളം കാലം അങ്ങയുടെ നാമം പുകഴ്പറ്റിയിരിക്കും. ഇപ്രകാരം പറഞ്ഞ് ആയുധധാരിയായിട്ടുള്ള രാമൻ്റെ സമ്മതത്തോടു കൂടിയിട്ട് രാമനോട് യാത്ര ചോദിച്ചിട്ട് മാതലി
തിരിച്ച് സ്വർഗത്തിലേക്ക് യാത്രയായി. ലക്ഷ്മണനോട് കൂടിയിട്ട് ശ്രീരാമൻ സീതാദേവിയും ഹനുമാനും സുഗ്രീവനും അതിനുശേഷം ഭഗവാൻ രാമൻ സീതാദേവിയോടും ലക്ഷ്മണനോടും ഹനുമാനും സുഗ്രീവനും ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള വാനരന്മാരെയൊക്കെ രാവണൻ്റെ അധീനതയിലുണ്ടായിരുന്ന പുഷ്പവിമാനത്തിൽ കയറ്റിക്കൊണ്ട് കടൽ കടന്ന് തിരികെ ഭാരതത്തിലേക്കെത്തി. ബാക്കിയുള്ള വാനരന്മാരൊക്കെ അങ്ങോട്ട് പോയ പോലെ തന്നെ തിരിച്ച് സേതുവിലൂടെ തിരിച്ച് തങ്ങളുടെ വൻകരയിലേക്കെത്തി. സമുദ്രത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരാഹാര വ്രതം എടുത്ത ആ ഒരു സ്ഥലത്ത് ശ്രീരാമൻ വിശ്രമിച്ചു. അതിനുശേഷം എല്ലാ വാനരന്മാരെയും വിളിച്ചിട്ട് അവർക്കെല്ലാം രത്നാദികളായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ച് പറഞ്ഞയപ്പിച്ചു. പുഷ്പക വിമാനത്തിൽ തന്നെ കയറി രാവണ ലക്ഷ്മണാദികളും സീതാദേവിയും ബാക്കിയുള്ള വാനര ശ്രേഷ്ഠന്മാരും കിഷ്കിന്ധയിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അംഗദനെ അവിടുത്തെ യുവരാജാവായിട്ട് രാമഭഗവാൻ അഭിഷേകം ചെയ്തു. താൻ മുമ്പേ നാട്ടിൽ നിന്നും കാട്ടിലേക്ക് വന്ന അതേ വഴിയെ തന്നെ രാമഭഗവാൻ ആ വിമാനവുമായിട്ട് അയോധ്യാപുരിയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ എത്തിയതിന് ശേഷം നഗരത്തിന് പുറത്തായിട്ട് വിമാനം നിർത്തിയിട്ട് ഹനുമാനെ ഭരതൻ്റെ അടുത്തേക്ക് ദൂതനായിട്ട് പറഞ്ഞു വിട്ടു. ഭരതനെ വിവരങ്ങളെല്ലാം അറിയിച്ചതിന് ശേഷം രാമൻ ഭരതൻ താമസിക്കുന്ന നന്ദിഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ അവിടെ ജട പിടിച്ച ശിരസുമായിട്ട് ചെളി പിടിച്ച വസ്ത്രങ്ങളുമായിട്ട് രാമൻ എങ്ങനെയാണോ കാട്ടിൽ കഴിഞ്ഞിരുന്നത് അതേപോലെ തന്നെ തൻ്റെ പാതകങ്ങളും അവിടെ ഒരു സിംഹാസനത്തിൽ വെച്ചുകൊണ്ട് അതിനെ പൂജിച്ചുകൊണ്ട് ഇരിക്കുന്ന ഭരതനെ ശ്രീരാമൻ കണ്ട് വാത്സല്യത്തോടു കൂടിയിട്ട് ചെന്ന് കെട്ടിപ്പിടിച്ചു. പിന്നെ ജ്യേഷ്ഠനോട് ചേർന്നിട്ട് ശത്രുഘ്നന്മാരും ചേർന്നിട്ട് സന്തോഷിച്ചു. തന്നെ ഏൽപ്പിച്ചിട്ടുള്ള രാജ്യം വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് രാമനെ ഭരതൻ തിരിച്ചേൽപ്പിച്ചു. വസിഷ്ഠനും വാമദേവനും കൂടി ചേർന്നിട്ട് ഭഗവാൻ ശ്രീരാമൻ്റെ പട്ടാഭിഷേകം വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ അയോധ്യയിൽ വെച്ച് നടത്തി. തൻ്റെ വാനര സുഹൃത്തുക്കളായിട്ടുള്ള സുഗ്രീവനെയും ഹനുമാനെയും ബാക്കിയുള്ള വാനര പ്രമുഖന്മാരെയും ഒക്കെ തൻ്റെ സഭയിൽ സ്ഥാനം കൊടുത്തിട്ട് രാമൻ ആനന്ദിപ്പിച്ചു. തങ്ക കെട്ടിയിട്ടുള്ള സത്കാരങ്ങളെല്ലാം വളരെ നന്ദിയോട് കൂടിയിട്ട് സ്വീകരിച്ചിട്ട് ആ വാനര പ്രമുഖന്മാരെല്ലാം തിരിച്ച് അവരുടേതായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് യാത്രയായി. രാമൻ ലക്ഷ്മണന്മാരെയും സീതാദേവിയും ഒക്കെ വിട്ടുവരുന്ന സമയത്ത് ഈ വാനരന്മാർക്കെല്ലാം അതീവമായിട്ടുള്ള ദുഃഖം അനുഭവപ്പെട്ടു. രാമൻ ആ പുഷ്പവിമാനത്തെ പൂജിച്ചതിന് ശേഷം അതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള വൈശ്രവണന് തന്നെ അത് തിരിച്ചു കൊടുത്തു. പിന്നീട് രാജഭരണം ചെയ്യവേ രാമൻ ഗോമതീ തീരത്ത് വെച്ചിട്ട് 10 അശ്വമേധങ്ങൾ നടത്തി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് രാജ്യഭരണം നടത്തി. മാർക്കണ്ഡേയൻ തുടരുകയാണ്. യുധിഷ്ഠിരാ, ഇതാണ് രാമൻ്റെ കഥ. രാമൻ അനുഭവിച്ചതിൻ്റെ പകുതി ദുഃഖം പോലും നീ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. നിൻ്റെ ഭാര്യയും സഹോദരങ്ങളും ഇപ്പോഴും നിന്നോടൊപ്പം കൂടെ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുനീശ്വരന്മാരെല്ലാം നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്നോടൊപ്പമുണ്ട്. രാമൻ്റെ ദുഃഖവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നിൻ്റെ ദുഃഖം ഒന്നുമില്ല എന്നുള്ള സത്യം നീ മനസ്സിലാക്കണം. ശക്തരായിട്ടുള്ള സഹായികളുള്ളവന് എന്തും നടക്കും. നിനക്ക് നിൻ്റെ ഏറ്റവും ശക്തരായിട്ടുള്ള സഹോദരങ്ങൾ തന്നെ സഹായികളായിട്ടുണ്ട്. അതുകൊണ്ട് നീ നിൻ്റെ നഷ്ടപ്പെട്ട രാജ്യമൊക്കെ തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ദ്രനെ പോലും കീഴടക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ളവരാണ് നിൻ്റെ സഹോദരന്മാർ. അവരെ എല്ലാവരും കൂടി നിന്നോടൊപ്പം ചേർന്ന് ശത്രുക്കളെയെല്ലാം തകർക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ നടന്ന കാര്യത്തെക്കുറിച്ച് തന്നെ ഭഗവാൻ ചിന്തിച്ചു നോക്കൂ. ശക്തനായിട്ടുള്ള ജയദ്രഥനെ അങ്ങയുടെ സഹോദരന്മാർ എത്ര നിസ്സാരമായിട്ടാണ് പിടിച്ച് കെട്ടിക്കൊണ്ട് ഇവിടെ വന്നത്. അന്ന് രാമനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറേ കുരങ്ങുകളും കരടുകളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഭഗവാൻ ഒന്ന് ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കൂ, അങ്ങ് എത്ര ഭാഗ്യം ചെയ്ത ആളാണെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും യുധിഷ്ഠിരൻ്റെ മനസ്സിലേക്ക് വലിയൊരു ആശ്വാസം വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ നമ്മളുടെ രാമോപാഖ്യാൻ എന്ന് പറയുന്ന ഒരു ഉപപർവം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രീരാമൻ്റെയൊക്കെ കഥ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ കേട്ടത്. അപ്പം ഇതുവരെ ക്ഷമയോടുകൂടിയിട്ട് കേട്ട എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. നമസ്കാരം.